ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായി ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായം അതിൻ്റെ 23-ാം വാക്യം. അങ്ങനെ അവൻ അവരെ കൂട്ടി ആറ്റിനക്കരെ കടത്തി തനിക്കുള്ളതൊക്കെയും അക്കരെ കടത്തിയ ശേഷം യാക്കോബ് തനിയെ ശേഷിച്ചു. ഹല്ലേലൂയ. ഇവിടെ യാക്കോബിൻ്റെ ജീവിതം നാം പരിശോധിച്ചാൽ ഇസഹാക്കിൻ്റെ റിബേക്കയുടെ മകനായി ജനിച്ചു, അമ്മയുടെ ഇഷ്ടപുത്രനായി തീർന്നവൻ. തൻ്റെ സഹോദരനായ ഏശാവിൻ്റെ അനുഗ്രഹം കാപട്യത്താൽ സ്വന്തമാക്കിയതുകൊണ്ട് തൻ്റെ ഭവനത്തിൽ നിന്ന് ഓടിപ്പോകേണ്ട അവസ്ഥ. ഹല്ലേലൂയ. അവൻ്റെ ജീവിതത്തിൽ കടന്നു വരുവാനിടയായി. ദൈവവചനം നാം പരിശോധിച്ചാൽ ഇതിൻ്റെയൊക്കെ പിന്നിൽ ഒരു ദൈവിക നിർണയമുണ്ടായിരുന്നു. തൻ്റെ ഓടിപ്പോക്കിൽ യാക്കോബ് ലൂസിലെത്തി അവിടെ ഒരു സ്ഥലത്ത് ഒരു കല്ലെടുത്ത് തലയണയായി വെച്ച് ഉറങ്ങുവാൻ തുടങ്ങി. ആ രാത്രിയിൽ അവനൊരു സ്വപ്നം കാണുവാനിടയായി. അവൻ്റെ ഏകാന്തതയെ ദൈവം അവനോട് സംസാരിക്കുവാൻ തുടങ്ങി. അന്ന് രാത്രി അവൻ്റെ ഏകാന്തതയിൽ അവൻ ദൈവസാന്നിധ്യം അനുഭവിച്ചു. യാക്കോബിനോട് ദൈവം അരുളി ചെയ്യുന്നത്, യാക്കോബേ, ഇനിയുള്ള യാത്ര നീ ഒറ്റയ്ക്കല്ല, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും, ഞാൻ നിന്നെ കാത്തു പരിപാലിക്കും. അത് യാക്കോബിന് വളരെ ഉറപ്പും ധൈര്യവും നൽകി. യാക്കോബ് മനസ്സിലാക്കി, എപ്പോഴും ദൈവം എന്നോട് കൂടെയുണ്ട്. അവിടെ അവൻ യഹോവയ്ക്ക് ഒരു നേർച്ച നേരുകയും ചെയ്തു. ഹല്ലേലൂയ. തുടർന്നുള്ള അവൻ്റെ പ്രയാണത്തിൽ ദൈവം അവൻ്റെ ഏകാന്തതയെ മാറ്റി. അവന് ഭാര്യമാരും പുത്രസമ്പത്തും ഒക്കെ ദൈവം നൽകി. ഹല്ലേലൂയ. വളരെ അനുഗ്രഹം അവൻ്റെ ജീവിതത്തിൽ ദൈവം പകർന്നു. വളരെ വർഷങ്ങൾക്ക് ശേഷം അവൻ സ്വന്തം പിതാവിൻ്റെ അടുക്കലേക്ക് മടങ്ങി വരുവാൻ തീരുമാനിച്ച് തനിക്കുള്ളതുമായി അവൻ യാത്ര ചെയ്ത് യാബോക്ക് എന്ന കടവിലെത്തിയപ്പോൾ തനിക്കുള്ളതൊക്കെയും അക്കരെ കടത്തിയ ശേഷം താൻ തനിയെ ശേഷിച്ചപ്പോൾ ഒരു പുരുഷൻ യാക്കോബുമായി മല്ലുപിടിക്കുവാൻ തുടങ്ങി. എന്നാൽ അവിടെ നാം കാണുന്നത്, അവനെ ജയിക്കുവാൻ പ്രയാസമായതിനാൽ ആ പുരുഷൻ അവൻ്റെ തുടയുടെ തടം തൊട്ടു. നീ ദൈവത്തോടും മനുഷ്യനോടും മല്ല് പിടിച്ചതുകൊണ്ട് നീ ഇനി യാക്കോബല്ല, ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടുമെന്ന് യഹോവ കൽപ്പിച്ചു. അവിടെ വെച്ച് യഹോവ അവൻ്റെ പേര് മാറ്റി കൊടുക്കുവാനിടയായി. അവന് ഇസ്രായേൽ എന്ന് വിളിക്കപ്പെട്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ ഏകാന്തതയിൽ അവൻ ദൈവിക ദർശനം ഹല്ലേലൂയ പ്രാപിച്ചു. ദൈവത്തിൽ ഹല്ലേലൂയ ദൈവത്തോട് അവൻ മല്ല് പിടിച്ച് അവൻ അനുഗ്രഹം പിടിച്ചു വാങ്ങി. പിന്നെ അവൻ്റെ ജീവിതം ഒരു അനുഗ്രഹമായി തീർന്നു. ദാവീദും തൻ്റെ ജീവിതത്തിൽ ഏകാന്തതയിലൂടെ ഹല്ലേലൂയ കടന്നുപോയി. വനാന്തരത്തിലുള്ള തൻ്റെ ഏകാന്തത അവനെ ഹല്ലേലൂയ ഒരു യോദ്ധാവാക്കി മാറ്റി. ഇസ്രായേലിലെ മധുര ഗായകനാക്കി അവനെ മാറ്റി. ദാവീദ് പറയുന്നത്, ഹല്ലേലൂയ, എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചു, എങ്കിലും യഹോവ എന്നെ ചേർത്തുകൊള്ളും. യഹോവയുടെ അനുഗ്രഹത്താൽ ഇസ്രായേലിലെ രാജസ്ഥാനത്താൽ അവൻ എത്തപ്പെടുവാനിടയായി. യോഹന്നാൻ അപ്പോസ്തലൻ ഹല്ലേലൂയ ദൈവവചനം യേശുവിൻ്റെ സാക്ഷ്യ നിമിത്തം പത്മോസ് എന്ന ദ്വീപിലേക്ക് നാട് കടത്തപ്പെട്ടു. എന്നാൽ അവിടെയും ഹല്ലേലൂയ ഭീകരമായ ഏകാന്തത ഹല്ലേലൂയ അവൻ അനുഭവിച്ചുവെങ്കിലും അവിടെയും ദൈവിക സാന്നിധ്യം അവൻ അനുഭവിക്കാനിടയായി. ഹല്ലേലൂയ സാക്ഷാൽ ദൈവപുത്രനായ ഹല്ലേലൂയ ദൈവത്തിൻ്റെ ഹല്ലേലൂയ മനോഹരിത്വം അവന് കാണുവാനിടയായി. ദൈവിക നിയോഗത്താൽ വെളിപ്പാട് പുസ്തകം അവനാൽ രചിക്കപ്പെടുവാൻ ഇടയായി. പ്രിയരെ, നിങ്ങൾ ഏകാന്തത അനുഭവിക്കുന്നവരാണോ? സഹായമായി ആരുമില്ലെന്ന് ചിന്തിക്കുന്നവരുണ്ടോ? ഹല്ലേലൂയ. നിരാശപ്പെടേണ്ട. ഏകാന്തതയിൽ ഹല്ലേലൂയ ദൈവിക സാന്നിധ്യം അനുഭവിക്കാനിടയാകട്ടെ. ഹല്ലേലൂയ. യാക്കോബിൻ്റെ അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ ഏകാന്തതയിൽ അവൻ ദൈവിക സാന്നിധ്യം അനുഭവിച്ചു. അവൻ ദൈവിക ദർശനം അവൻ പ്രാപിച്ചെടുത്തു. ഹല്ലേലൂയ. യോഹന്നാൻ അപ്പോസ്തലൻ പത്മോസ് ദ്വീപിൽ ഹല്ലേലൂയ അഭീകൃതമായ അന്തരീക്ഷത്തിൽ ആ ഏകാന്തതയിൽ ഹല്ലേലൂയ ദൈവിക സാന്നിധ്യം അവൻ അനുഭവിച്ചു. ഹല്ലേലൂയ. പ്രിയരെ, നമ്മുടെ ഭവനത്തിൽ എല്ലാവരും ഉണ്ടെങ്കിലും നാം ഒറ്റയ്ക്കായിരിക്കാം. ഒരുപക്ഷെ ഹല്ലേലൂയ നമ്മെ സഹായിപ്പാൻ, നമ്മുടെ വാക്ക് കേൾക്കാൻ ഒരുപക്ഷെ ഭവനത്തിൽ നമുക്ക് ആരും ഉണ്ടായിരിക്കുകയില്ല. എങ്കിലും നിരാശപ്പെടേണ്ട. ദൈവം കൂടെയുണ്ട്. വാർദ്ധക്യവും നരയുമുള്ള കാലത്തോളം ഞാൻ നിന്നെ ചുമക്കാമെന്ന് ദൈവം വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. പിന്നെ നാം എന്തിനു നിരാശപ്പെടണം? പ്രിയരെ, സന്തോഷത്തോടെ ദൈവകരങ്ങൾ നിന്നെ സമർപ്പിക്കുക. ഏകാന്തമാകുന്ന സമയങ്ങളിൽ നാം തനിയുമാകുമ്പോൾ ആ ദൈവപാദപീഠത്തിലിരുന്ന് ആ സംഘടനകളെ ഒന്ന് തുറക്കുവാൻ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ നിന്ന് ഇറക്കി വെക്കുവാൻ നമുക്ക് കഴിയട്ടെ. ദൈവിക ശബ്ദം കേൾക്കുവാൻ നമുക്ക് കഴിയട്ടെ. ദൈവിക ദർശനങ്ങൾ കാണുവാൻ നമുക്ക് കഴിയട്ടെ. ഹല്ലേലൂയ. ചിലപ്പോൾ ചില ഏകാന്തത ദൈവം അനുവദിക്കുന്നതാണ്. ഹല്ലേലൂയ. നീ തനിയെ ആകുമ്പോഴാണ് ദൈവത്തിന് കൂടുതലായി നിന്നോട് സംസാരിക്കുവാൻ കഴിയുന്നത്. ആ ദൈവിക സാന്നിധ്യം അനുഭവിക്കാൻ ദൈവകരങ്ങളിൽ നിന്നെ സമർപ്പിക്കുക. ഒരിക്കലും ഹല്ലേലൂയ നീ ഒറ്റയ്ക്കല്ല. നീ എവിടെ പോയാലും, നീ എവിടെ ആയിരുന്നാലും, ഭൂമിയുടെ അറ്റത്ത് പോയി പാർത്താലും ദൈവത്തിൻ്റെ കരം നിന്നോട് കൂടെയിരിക്കും. ഹല്ലേലൂയ. ആ ദൈവകരങ്ങളിൽ നിന്നെ തന്നെ സമർപ്പിക്കുക. ഒറ്റയ്ക്കാണെന്ന് വിചാരിക്കേണ്ട, നിരാശപ്പെടേണ്ട. ഹല്ലേലൂയ. സൈന്യങ്ങളുടെ യഹോവ നിന്നോട് കൂടെയുണ്ട്. അവൻ നിന്നെ ബലപ്പെടുത്തും, അവൻ നിന്നെ ശക്തീകരിക്കും. ദൈവിക സാന്നിധ്യത്തിൻ്റെ മറവിൽ അവൻ നിന്നെ മറയ്ക്കും. ഹല്ലേലൂയ. ആ ദൈവകരങ്ങളിൽ നിന്നെ തന്നെ സമർപ്പിക്കുക. ദൈവം സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.